ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. കൂട്ടുകാർക്ക് ഓണം എക്സാം ഒക്കെ ആയി തുടങ്ങിയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിനുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓണം എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം, ഇപ്രാവശ്യം പുതിയ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂട്ടുകാർ നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് വില്ലേജ് ഓവർ സിറ്റി? സിറ്റിയേക്കാൾ നല്ലതാണ് വില്ലേജ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? 2 അഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വില്ലേജസ് ലീവ് വെരി ക്ലോസ്ലി ടുഗെദർ. ഒരുമിച്ച് വളരെ ക്ലോസ് ആയിട്ടാണ് വില്ലേജസ് ലീവ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു നെയ്ബർഹുഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നെയ്ബർഹുഡ് റിലേഷൻഷിപ്പിന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ആൻഡ് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. ഗ്രാമീണ സ്ഥലങ്ങളിലെയും സിറ്റി സ്ഥലങ്ങളിലെയും 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ റൂറൽ ഏരിയാസിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആണ്, അതേപോലെ സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്, പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. അർബൻ ഏരിയാസിൽ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്. പിന്നെ ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈലാണ്, മോർ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതാണ് അർബൻ ഏരിയാസിൻ്റെയും റൂറൽ ഏരിയാസിൻ്റെയും 3 ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാവ് യു ഗോൺ ടു മാർക്കറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് അഡൾട്ട്സ്? നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും മാർക്കറ്റിൽ നിങ്ങളുടെ അഡൾട്ട്സിനായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ? അതിൽ ക്വസ്റ്റ്യൻ, വാട്ട് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ദർ? അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കാറ്? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. വേരിയസ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആർ സോൾഡ്. അപ്പോൾ എന്താണ്? പലതരത്തിലുള്ള ഗുഡ്സും അവിടെ വിൽക്കാറുണ്ട്. പിന്നെ വെജിറ്റബിൾ വെൻഡേഴ്സ് ബൈ വെജിറ്റബിൾസ് ഫ്രം ഫാമേഴ്സ് ആൻഡ് സെൽ ദം. വെജിറ്റബിൾ വെൻഡേഴ്സ് വെജിറ്റബിൾസ് ഫാമേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ അത് വിൽക്കാറുണ്ട്. അതേപോലെ സെല്ലർ ട്രേഡ് ഫ്രീലി. സെല്ലേഴ്സ് വിൽപ്പനക്കാർ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ കൂട്ടുകാർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ അതിലെ ബി ക്വസ്റ്റ്യൻ, എ പോപ്പുലർ ഫൺ കോമ്പറ്റീഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഫൺ കോമ്പറ്റീഷൻ്റെ പേര് എഴുതാനാണ്. റൂറൽ ഏരിയാസിൽ നടക്കുന്ന ഒരു ഫൺ കോമ്പറ്റീഷൻ്റെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് കാളബൂട്ട് മത്സരം. അതിന് ഇംഗ്ലീഷിൽ ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. അതിലെ സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ ഹെൽഡ്? എന്തൊക്കെയാണ് ബുൾ സഫറിംഗ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ എന്താണ് ബുൾ സഫറിംഗ് കോമ്പറ്റീഷൻ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ നോക്കാം. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലോഫഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. സെക്കൻഡ് ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ നിലം ഉഴുതുമറിച്ചിട്ട് അവിടെ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ബുൾ സർഫിംഗ്. അത് ഫീൽഡ്സിലാണ് നടക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പീലി ഗേവ് ഡെലീഷ്യസ് ഫുഡ് ടു ഹെർ ഫ്രണ്ട്സ് ബിക്കോസ് ഹെർ ഫാദർ ഇസ് എ വില്ലേജ് ഫാർമർ. പീലി ഡെലീഷ്യസ് ഫുഡ്സ് അവളുടെ ഫ്രണ്ട്സിന് കൊടുത്തു, കാരണം അവളുടെ അച്ഛനൊരു ഫാർമറായിരുന്നു. ഷാൾ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ? നമുക്ക് ഈ പീലിയുടെ ഫാദറിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താലോ? പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ്. അതിൽ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പറ്റുക? വാട്ട് ക്രോപ്സ് ആർ ദർ ഇൻ ദിസ് വില്ലേജ്? എന്തൊക്കെ ക്രോപ്സ് ആണ് ആ വില്ലേജിൽ ഉള്ളത്? പിന്നെ ഹൗ ഡു യു ഗെറ്റ് സച്ച് ഡെലീഷ്യസ് ഫുഡ്? നിങ്ങൾക്ക് ഈ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ സ്റ്റെപ്സൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. ഈസ് ഫാമിംഗ് ഡൺ അലോൺ? നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത്? ഹൂ ഈസ് ദർ ടു ഹെൽപ്പ്? നിങ്ങൾക്ക് ആരെങ്കിലും അവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഈസ് വെജിറ്റേറ്റീവ് ഫാമിംഗ് പ്രോഫിറ്റബിൾ? ഈ വെജിറ്റേറ്റീവ് ഫാമിംഗ് ലാഭമുള്ളതാണോ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ പറ്റുക അല്ലേ. കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടുകാർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ലപോലെ എഴുതാട്ടോ ക്വസ്റ്റ്യൻസ് എല്ലാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫുഡ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ജനങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് എന്ത്? ഫുഡ്.
അതിലെ എ ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ തിങ്സ് യൂസ്ഡ് ആസ് ഫുഡ് ബൈ പ്രിമിറ്റീവ് മാൻ? ഒരു പഴയ കാലത്തുള്ള ആൾക്കാർ എന്തൊക്കെ ഫുഡുകളായിരുന്നു കഴിച്ചിരുന്നത്? അപ്പോൾ എന്തൊക്കെ ഫുഡുകളായിരുന്നു? ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, ഗ്രെയിൻസ്, അങ്ങനെയുള്ള ഫുഡ്സൊക്കെ അല്ലേ കഴിച്ചിട്ടുണ്ടാവുക. അടുത്ത ബി ക്വസ്റ്റ്യൻ, വാട്ട് ഫുഡ് ഡിഡ് ഏർലി ഹ്യൂമൻസ് ഗെറ്റ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്? ഹണ്ടിങ് വഴിയും ഗാദറിങ് വഴിയും എന്തൊക്കെ ഭക്ഷണങ്ങളായിരുന്നു പണ്ടുള്ള മനുഷ്യർക്ക് കിട്ടിയിരുന്നത്? എന്തൊക്കെ ഭക്ഷണങ്ങളായിരുന്നു? ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, റൂട്ട്സ്, ലീവ്സ്, എഗ്ഗ് ആൻഡ് ഷെൽസ്, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ മനുഷ്യർക്ക് ഹണ്ടിങ് വഴിയും ഗാദറിങ് വഴിയും ഒക്കെ കിട്ടിയിരുന്ന ഫുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെ മേലെയും 2 സെൻറ്റൻസ് തന്നിട്ടാണ് കേട്ടോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ക്വസ്റ്റ്യന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സെൻറ്റൻസ് തരും, എന്നിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി കൂട്ടുകാർ എന്താണ് ആ 2 ലൈന് മാത്രം അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ട, നിങ്ങൾക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Over a period of time, humans started domesticating animals for their daily foods. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസിനെ ഡെയിലി ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന, നമ്മൾ എന്നും അവരിൽ നിന്ന് ഫുഡ് കിട്ടുന്ന, നമുക്ക് ഫുഡ് തരുന്ന ആനിമൽസാണ് എന്ത്? ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ ഫസ്റ്റ് ആനിമൽസ് ദ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ഫുഡ്? ഫസ്റ്റ് ആനിമൽസ്, നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ഫുഡുകൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ആനിമൽസ് ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഗോട്ട് ആൻഡ് ഷീപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആനിമൽ വാസ് ദ ഫസ്റ്റ് ടു അഡാപ്റ്റ് ടു ഹ്യൂമൻസ്? ഹ്യൂമൻസിനായിട്ട് അത്രയും അഡാപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ആനിമൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം, ആൻസറാണ് ഡോഗ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വേർ ദ ഫസ്റ്റ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻസ്? ഹ്യൂമൻസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഫസ്റ്റ് ക്രോപ്സ് ഏതൊക്കെയായിരുന്നു? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്, ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഹ്യൂമൻസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ക്രോപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ കൾച്ചറിൻ്റെ മെയിൻ ഫീച്ചർ എന്തായിരുന്നു? അവരുടെ ഗ്രാനറി തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ആൻസർ ഗ്രാനറി. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ഡിസ്കവറി ഓഫ് വീല് കണ്ടുപിടിച്ചതായിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ മിശ്രഭോജനം. മിശ്രഭോജനം എന്നതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂട്ടുകാർ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകണം. അപ്പോൾ മിശ്രഭോജനത്തിനെ കുറിച്ച് നമുക്ക് നോട്ട് നോക്കാം. ഓൺ 29th May 1917, ഒരു 29th മെയ്യിൽ 1917 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സഹോദരൻ അയ്യപ്പൻ ആൻഡ് ഇന്റർ ഡൈനിങ് നെയ്മഡ് മിശ്ര ഭോജനം വാസ് ഓർഗനൈസ്ഡ് അറ്റ് ചെന്നൈ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. അപ്പോൾ എന്താണ്, 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ്റെ ലീഡർഷിപ്പിൽ മിശ്രഭോജനം എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ചേരയിൽ വെച്ച് ഓർഗനൈസ് ചെയ്തു. This protest was held against the denial of the rights of all sections of the people to dine together. ഈ പ്രൊട്ടസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടന്നിരുന്നത്? എല്ലാ സെക്ടേഴ്സിലെയും ജനങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള, ഡൈൻ ചെയ്യാനുള്ള അവസരം വേണമെന്ന റൈറ്റിനെ കുറിച്ചിട്ടായിരുന്നു ഈ പ്രൊട്ടസ്റ്റ്. This reveals the social inequality that existed in Kerala. കേരളത്തിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഇനീക്വാളിറ്റിയെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിവേചനം, പലരെയും പല തട്ടിൽ കാണുന്ന ഒരു തരത്തിലുള്ള മനുഷ്യരായിരുന്നു പണ്ട് കേരളത്തിലുണ്ടായിരുന്നത്. അതിനെതിരെയായിരുന്നു ഈ പ്രൊട്ടസ്റ്റ് സഹോദരൻ അയ്യപ്പൻ നടത്തിയത്. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇനീക്വാലിറ്റി. അപ്പോൾ എന്താണ്, കാസ്റ്റ് സിസ്റ്റമാണ് ഈ ഇനീക്വാലിറ്റിക്ക് കാരണം. അപ്പോൾ ഇതാണ് മിശ്രഭോജനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ? എന്തൊക്കെയായിരുന്നു പോവർട്ടിക്കും സ്റ്റാർവേഷനും ഉണ്ടായിരുന്ന കാരണങ്ങൾ? പോവർട്ടി മീൻസ് പട്ടിണിക്കൊക്കെ ഉണ്ടായിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, വാറ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാലിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആർ ദ മേജർ കോസസ് ഓഫ് പോവർട്ടി. അപ്പോൾ ക്ലൈമറ്റിൻ്റെ കാരണങ്ങളും, അതേപോലെ അന്ന് യുദ്ധങ്ങൾ നടന്നിരുന്നതും, അതേപോലെ ആൾക്കാർക്ക് ജോലിയില്ലായ്മയും, പണ്ടത്തെ ആളുകൾക്ക് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു, അതിലും ഇനീക്വാലിറ്റി കാണിച്ചിരുന്നു. അതൊക്കെയാണ് പോവർട്ടിക്കും സ്റ്റാർവേഷനും കാരണങ്ങൾ. അടുത്തത് എക്സ്പ്ലെയിൻ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് ബാർട്ടർ സിസ്റ്റം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ് ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. കോയിനേജ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് മുന്നേ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയായിരുന്നു നടന്നിരുന്നത്. ഗുഡ്സ് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അങ്ങനെയുള്ള എക്സ്ചേഞ്ചിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം.
സച്ച് എക്സ്ചേഞ്ചസ് ബ്രോട്ട് ഔട്ട് മെനി ചേഞ്ചസ് ഇൻ സൊസൈറ്റി. അങ്ങനെയുള്ള എക്സ്ചേഞ്ചസ് കുറേ ചേഞ്ചസ് നമ്മളെ സൊസൈറ്റിയിൽ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരുടെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അത്. അപ്പോൾ അതും കൂടെ കൂട്ടുകാരൊന്ന് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് സയൻസ്, മലയാളം, ഇംഗ്ലീഷ് എന്നിവയുള്ള എല്ലാ വിഷയങ്ങളുടെയും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടുകാരൊന്ന് പോയി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.